ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാനപ്രത്ത് ജ്യോതിഷം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ശ്രേഷ്ഠമായ സുസ്വാഗതം. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും സീമാതീതമായ സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് പുത്രനെയും ശിഷ്യനെയും അല്ലാതെ മറ്റാരെയും അടിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? പുത്രന്മാരെയും ശിഷ്യഗണങ്ങളെയും, ഇപ്പം നമ്മളൊരു ഗുരുവാണെങ്കിൽ ശിഷ്യന്മാരെ അത് അടിക്കേണ്ട രീതികളുണ്ട്. ആ ഗുരു അതുപോലെ ചെയ്യണം. അതെന്തിനാണെന്ന് പറഞ്ഞാൽ വിജ്ഞാനപ്രദമാക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ പുത്രനെ പ്രഹരിക്കുവാനും അതാത് ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതിനും നമ്മുടെ സ്വന്തം പുത്രനെ പ്രഹരിക്കുവാനും നമുക്ക് കടമയുണ്ട്. ആ കടമ ചെയ്തിരിക്കണം, സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ പറയാം, പുത്രനെയും ശിഷ്യനെയും അല്ലാതെ മറ്റാരെയും അടിക്കാൻ പാടില്ല. അത് ഹിംസയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അർഹിക്കുന്നതല്ല എന്നുള്ളതാണ് സംശയമില്ലാത്ത കാര്യം. ഒരു ജീവജാലത്തിനെ കൊല്ലാനോ ഉപദ്രവിക്കാനോ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് നല്ല പണ്ഡിതന്മാരും നല്ല ശ്രേഷ്ഠന്മാരും ഉന്നത കുലജാതരും എന്ന് പറയുന്നത്. അതിൻ്റെ കുലത്തിൽ ജനിച്ചുകൊണ്ട് നല്ലതാണെന്ന് പറയണമെന്നില്ല. അഹിംസ, ഒന്നിനെ ഉപദ്രവിക്കാതെ, ആർക്കിട്ട് ആഭിചാരം ചെയ്യാതെ, ആർക്കും ദോഷമായിട്ട് പ്രാർത്ഥിക്കാതെ, മറ്റുള്ളവർക്ക് രോഗമോ ദുരിതമോ വരണമെന്ന് പ്രാർത്ഥിക്കാതെ, മറ്റുള്ളവർ എനിക്കെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺമുമ്പിൽ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാതെ, നമ്മളായി ഈശ്വരനെ മാത്രം ജപിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. അതുകൊണ്ടാണ് അർഹതയുള്ളവരെ മാത്രം അതാത് ഭാഗങ്ങൾ പുത്രനെയോ ശിഷ്യനെയോ പ്രഹരിക്കാം എന്ന് ആചാര്യന്മാർ പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും മറ്റൊരാളെ ഒരു ഗുരു തല്ലിയാൽ പിറ്റേന്ന് അദ്ദേഹം പോയി, അദ്ദേഹത്തിന് ജോലി പോയി, എല്ലാം നഷ്ടപ്പെട്ട് അവശനായി പോകും. സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല. മറ്റുള്ള ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ ഉപദ്രവിക്കാതെ ജീവിച്ചാൽ 100%, 101% ഉറപ്പാണ് നമ്മൾ സാത്വിക സ്വഭാവത്തോടുകൂടി നമ്മുടെ ഭാര്യ, നമ്മുടെ കുട്ടികൾ, അവരെയൊക്കെ സ്നേഹിച്ച്, ബന്ധുക്കൾ, ചേട്ടന്, അനിയനെ, മക്കള്, ഇവരെയൊക്കെ സ്നേഹിച്ച് സ്നേഹം കൊണ്ട് മാത്രം ഉപദ്രവിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ജീവിതം ഈശ്വരൻ സുഖമേ കൊടുക്കുകയുള്ളൂ. ഒരു ദുഃഖം കൊണ്ട് ഈശ്വരൻ പ്രവൃത്തിയിലാണിരിക്കുക. ആ പ്രവൃത്തിയാണ് നമുക്ക് ബലമാക്കിയെടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പ്രത്യേകം ഒന്നുകൂടെ പറയാണ്, ഒരാളും പുത്രനെയോ ശിഷ്യനെയോ അല്ലാതെ മറ്റൊരാളെ പോലും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ ചാനലിലെ ചെറിയ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം. ദിവസവും വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങളും ജ്യോതിഷപരമായ ഉപദേശങ്ങളും സാമാന്യ ഫലങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സാമാന്യേനയുള്ള കാര്യങ്ങൾ, ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്കാണ് മറുപടി പറയുക. അതിന് നിത്യവും 7 മണിക്കും 9 മണിക്കും ഇടയ്ക്ക്
തടിയൂർ കലേഷ് കുമാർ. ഫോൺ നമ്പർ 9446141155 വിളിക്കുക.